ഹലോ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ 8ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ ഇതാണ്, തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ എന്താണ് തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിൽ പറയുന്നത് എന്ന് വെച്ചാല് തുല്യമായ ത്രികോണങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഒരേപോലെയുള്ള ത്രികോണങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം വശങ്ങളും കോണുകളും. ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ എല്ലാം നീളം പറഞ്ഞാൽ അത് വരയ്ക്കാൻ അറിയാമല്ലോ. വരയ്ക്കാൻ അറിയാവോ? വശങ്ങളുടെ നീളം 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആണ്. ത്രികോണം വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. പറ്റുമോ? നമ്മള് ത്രികോണം വരയ്ക്കാനൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചല്ലേ നിങ്ങള്. അപ്പോ 4 സെന്റിമീറ്റർ ഉണ്ട്, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ വശങ്ങൾ തന്നിട്ടുണ്ട്, ത്രികോണം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വശം നിങ്ങൾ ബേസ് ആയിട്ട് താഴെ പാദമായിട്ട് വരക്കാം. അപ്പൊ ഇതിൽ നമുക്ക് എന്തെടുക്കാം? 4 സെന്റിമീറ്റർ പാദമായിട്ട് എന്ത് ചെയ്യാ? വരക്കാം. 4 സെന്റിമീറ്റർ വരക്കുമ്പോ 4 സെന്റിമീറ്റർ താഴെ എന്ത് ചെയ്യാ? വരക്കാം. 4 സെന്റിമീറ്റർ വരക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് എന്തൊക്കെയാണ്? 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും ആണ്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമ്പസില് ഇവിടുന്നും ഇവിടുന്നും ചാപം വീശുക, ആർക്ക് വരക്കുക. അതായത് കോമ്പസിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 5 സെന്റിമീറ്റർ അളന്നെടുത്തിട്ട് അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ അളന്നെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് 5 വേണമെങ്കിൽ വരക്കാം, 7 വേണമെങ്കിൽ വരക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 5 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ആർക്ക് വരക്കാം. ഓക്കെ. ഇനി അതേപോലെ ഇവിടുന്ന് ഞാൻ 5 അല്ലേ എടുത്തത്. അപ്പൊ ഇവിടുന്ന് എത്ര എടുക്കാം? 7 സെന്റിമീറ്റർ വരച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 7 സെന്റിമീറ്റർ അളന്നെടുത്തിട്ട് നമുക്കൊരു ആർക്ക് വരക്കാം. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ചാലേ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ത്രികോണം കിട്ടി. അങ്ങനെയാണ് നോക്കണ്ട. ഇതാണ് കറക്റ്റ് സൈസ്. ഞാൻ ഏകദേശം നിങ്ങൾക്ക് വരക്കാം, എങ്ങനെയാണ് വരക്കാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് വരിക. 4 സെന്റിമീറ്റർ താഴെ എടുത്തു. ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക? ആർക്ക് വരക്കുക. ഇവിടെ നിന്ന് 7 സെന്റിമീറ്ററിൽ ആർക്ക് വരക്കുക. അത് നമ്മൾ യോജിപ്പിക്കുന്ന ബിന്ദുക്കൾ കൂട്ടി വരച്ചാല് നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ബിന്ദുക്കൾ കൂട്ടി വരച്ചാല് നമുക്ക് ആ ത്രികോണം കിട്ടി. ഇനി താഴെ ഇവിടെ നോക്ക്, ഇത് 4 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്? 7 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 7 സെന്റിമീറ്റർ, ഇവിടുന്ന് 5 സെന്റിമീറ്റർ. ത്രികോണത്തിന്റെ രൂപം മാറിയല്ലോ അല്ലെ. അപ്പൊ കാഴ്ചയിൽ ത്രികോണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി അളവുകളെല്ലാം തുല്യല്ലേ. അപ്പൊ ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളല്ലേ? ആണല്ലോ. ഇനി അതേപോലെ ഇവിടെ 6 ത്രികോണങ്ങളുണ്ട്. ഈ 6 ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യാണ്. 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും അതേപോലെ 4 സെന്റിമീറ്ററും ആണല്ലോ. പക്ഷെ വരച്ചത് നിങ്ങൾക്ക് ഇവിടെ താഴെ 4 എടുത്ത് വരച്ചു, ഇവിടെ എത്ര എടുത്തു? 5 എടുത്ത് വരച്ചു, ഇവിടെ 5 അല്ലെ, 4, 7 അങ്ങനെ രൂപം മാറ്റിക്കൊണ്ടിരുന്നു. ഓക്കെ. അപ്പോ ഒരേ അളവുകളായതുകൊണ്ട് ഈ 6 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് അല്ലെ. ഈ 6 ത്രികോണങ്ങളുടെയും വശങ്ങളെല്ലാം ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ കോണുകളും ഒന്ന് തന്നെയായിരിക്കും അല്ലെ. വശങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, കോണുകൾ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങളോട് പറയുന്നത് ഈ പേപ്പറിൽ ഈ എല്ലാ ത്രികോണങ്ങളും വെട്ടിയിട്ട് ഒരുമിച്ച് വെച്ചാൽ എല്ലാം ഒരേപോലെ ഒന്നിന് താഴെ ഒന്നായിട്ട് ഇങ്ങനെ നമുക്ക് അടക്കി വെക്കാൻ പറ്റും. ഇനി ആദ്യം വരച്ച ത്രികോണത്തെ തിരിച്ചു മറിച്ചു വെച്ചതാണല്ലോ മറ്റെല്ലാം, ആണല്ലോ. ഒരു ത്രികോണത്തിനെ തിരിച്ചു മറിച്ചു വെച്ചതാണല്ലോ ഇത് മുഴുവനും. ഓക്കെ ആണ്. അപ്പോ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ കോണുകളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ കോണുകളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. ഇനി ഇവിടെ നോക്ക്, ഇനി തുല്യമായ കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ തുല്യ കോണുകൾ ഒരുപക്ഷെ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് എങ്ങനെ തുല്യ കോണുകൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ABC എന്ന് പറഞ്ഞിട്ട് ഒരു ത്രികോണം ഉണ്ട്. ഇവിടെ PRQ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ത്രികോണം ഉണ്ട്. വശങ്ങൾ 3 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, അതേപോലെ തന്നെ 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഉണ്ട്, 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. ഇവിടെ 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഓക്കെ. വശങ്ങളുടെ നീളം തുല്യമാണ്, ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോണുകളും തുല്യമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ തുല്യമായ കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഏറ്റവും ചെറിയ കോൺ എന്താണ് നോക്കാം. കോൺ എക്ക് തുല്യമായ കോൺ ഏതാണ്? കോൺ എക്ക് തുല്യമായ കോൺ ഇവിടെ എന്താണ്? ഇവിടെ നമുക്കറിയാം ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണാണ്
ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണാണ് കോൺ എ. ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണാണ് കോൺ എ. അപ്പൊ ഈ ത്രികോണത്തിലെ ഏറ്റവും വലുത് ഏതാണ്? കോൺ ആറാണ്. ആണല്ലോ. അപ്പൊ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ഇതിൽ ഏറ്റവും ചെറുത് ആരാണ്? കോൺ സി ആണ് ഇവിടെ ഏറ്റവും ചെറുത്. ഇവിടെ ഏറ്റവും ചെറുത് എന്താണ്? കോൺ ക്യൂ ആണ്. അപ്പോ കോൺ ഇവിടെ സി ആണ് ചെറുത്, ഇവിടെ ക്യൂ ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഇനി ഇടത്തരം കോണ് രണ്ടിനും കൂടി അപ്പം ഇടത്തരം കോൺ ഇതാണ് അല്ലെ, ഇത് കോൺ ബി ആണ്. അപ്പൊ ഇവിടെ ഏതാ വരിക? കോൺ പി ആണ്. അപ്പൊ ഈ രണ്ട് കോണുകൾ എന്താണ്? തുല്യാണ്. അപ്പോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുല്യ കോണുകളെ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ സമയവും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാഴ്ചയിൽ ഇത് വലുത് ഇത് ചെറുത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അല്ലെ, ചെറിയ അപ്പൊ എല്ലാ ത്രികോണത്തിലും നമുക്ക് ഇത് ഒരു പക്ഷെ മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാല്, അതിനു വേണ്ടിയിട്ട് ഇവിടെ കോൺ എ ആണ് ഏറ്റവും വലിയ കോൺ. അപ്പൊ ഈ ഏറ്റവും വലിയ കോണിന്റെ എതിരെയുള്ള വശം നോക്കൂ, എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. ആണല്ലോ. അപ്പൊ ഏറ്റവും വലിയ വശത്തിന്റെ എതിരെയുള്ള കോണാണ് കോൺ എ. ഇവിടെ 6 സെന്റിമീറ്റർ ഇതാണല്ലോ അല്ലെ. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ വശം. ഇതിന്റെ പിന്നെ ഓപ്പോസിറ്റ് എതിരെയുള്ള കോണാണെന്ത്? ആംഗിൾ ആണെന്ത്? 6. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം. അതായത് ഒരു ത്രികോണത്തിന്റെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യമായി വരിക. അപ്പൊ നോക്കാം, ഇവിടെ 5 സെന്റിമീറ്റർ ആണല്ലോ. ഈ 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണല്ലേ വരിക. ഈ 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണല്ലേ വരിക. അപ്പൊ ഇവിടെ 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഇത് വരും, കോൺ പി വരും. അപ്പൊ കോൺ ബിയും കോൺ പിയും തുല്യമായിരിക്കും. ഇനി 3 സെന്റിമീറ്ററിന്റെ എതിരെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക? കോൺ ക്യൂ ആണ് 3 സെന്റിമീറ്ററിനെതിരെ. ഇവിടെ എന്താണ് 3 സെന്റിമീറ്റർ? കോൺ സി ആണ്. അപ്പോ കോൺ സിയും കോൺ ക്യൂവും ഈക്വൽ ആണെന്ന് പറയാം. അതായത് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. ഇതാ ത്രികോണം എ ബി സിയിലെ ഏറ്റവും വലിയ വശമാണ് ബി സി. അതിനെതിരെയുള്ള കോണാണ് ഏറ്റവും വലിയ കോൺ എ. ഇതുപോലെ ഏറ്റവും ചെറിയ വശമാണ് എ ബി. അതിന്റെ എതിരെയുള്ള കോണ് ഏറ്റവും ചെറിയ കോണായ സി. ഇടത്തരം വശം എ സി, അതിന്റെ എതിരെയുള്ളതാണ് കോൺ ബി. ആണല്ലോ. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോ ഒരു ത്രികോണത്തിലെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ കോണുകളും തുല്യമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ തുല്യ കോണുകൾ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യം. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യം. ഇത് ഉപയോഗിച്ച് ഒരു കണക്ക് നോക്കാം. നമുക്ക് താഴെ നോക്കാം. ഒരു ത്രികോണം ഉണ്ട് എ ബി സി. 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഇനി ഇതേ ത്രികോണം തന്നെ എ ബിയുടെ ചുവട്ടിൽ ഇടതും വലതും മാറ്റി വരയ്ക്കുന്നു. അതായത് ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ അല്ലേ മുകളിൽ എഴുതുന്നത്, അപ്പൊ താഴത്തേക്ക് 4 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടിയിരിക്കുന്നു. അപ്പോ ത്രികോണം എ ബി സിയിൽ എ സി ബി സി എന്നീ വരകൾ ത്രികോണം എ ബി ഡിയിലെ ബി ഡി എന്നീ വശങ്ങൾക്ക് തുല്യമാണ്. ഓക്കെ. അപ്പൊ എ സി ബി സി ഇവിടെ കാണുന്നുണ്ടല്ലോ. എ സി ബി സി ഇത് എ ഡി ബി ഡിക്ക് തുല്യമാണല്ലോ. ഓക്കെ. മൂന്നാമത്തെ വശം രണ്ട് ത്രികോണത്തിലും എ ബി തന്നെയാണ്. മൂന്നാമത്തെ വശം ഈ ത്രികോണത്തിൽ രണ്ടും എ ബി തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളൊക്കെ തുല്യമാണെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോ ഈ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാണ് 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഇതിന്റെ വശങ്ങളാണ് 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പൊ വശങ്ങൾ തുല്യമാണെങ്കിൽ ഇതിന്റെ കോണുകളും നമുക്ക് എന്താ തുല്യാണെന്ന് പറയാം. വശങ്ങൾ തുല്യമാണെങ്കിൽ കോണുകളും തുല്യമാണെന്ന് പറയാം. അപ്പോ എങ്ങനെയാ നോക്കാം. മൂന്നാമത്തെ വശം രണ്ട് ത്രികോണത്തിലും എ ബി തന്നെയാണ്. 3 വശങ്ങളുടെയും നീളം തുല്യമായതിനാൽ കോണുകളും തുല്യമായിരിക്കും. അപ്പൊ നോക്കാം, ഇവിടെ 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് ഈ ഒരു കോൺ. 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് ഈ ഒരു കോൺ ആണല്ലോ. ഓക്കെ. ഇനി ഈ 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ്, ഈ ഒരു 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് എന്ത്? കോൺ ഇത്, കോൺ ബി എ ഡി എ ബി ആണല്ലോ. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഓക്കെ, ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഇനി അതേപോലെ ഈ 4 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള, നമുക്ക് 4 സെന്റിമീറ്ററിന്റെ ഈ 4 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് ഇത് ആണല്ലോ.
ഇവിടെ 4 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് എന്ത്? ഇത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് രണ്ടും തുല്യമാണ്. അതാണല്ലോ പറഞ്ഞത്, ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ നോക്കാം, എ സി ബി ഡി എന്നീ വരകളിൽ എ ബി എന്ന വര കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകളാണല്ലോ ഇത് രണ്ടും. ഇവ തുല്യമാണെങ്കിൽ എ സിയും ബി സിയും സമാന്തര വരകളാണെന്നാ പറയുന്നത്. എന്താന്ന് മനസ്സിലായോ? നിങ്ങൾ ഇവിടെ നോക്കാം, ഇവിടെ ഈ ഒരു ആംഗിളും ഇതും ഇതും തുല്യമാണ്, ഇതും ഇതും തുല്യമാണെന്നാ പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച കാര്യമാണ്, രണ്ട് സമാന്തര രേഖകളെ ഒരു വര മുറിച്ചു കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഛേദകം ഖണ്ഡിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന മറുകോണുകൾ, ഈ ഒരു കോണും ഈ ഒരു കോണുകളും തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ തിരിച്ചു നമുക്ക് പറയാം, ഇങ്ങനെ രണ്ട് വരകളെ ഇങ്ങനെ ഒന്ന് മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് മറുകോണുകളും തുല്യമാണെങ്കിൽ ഈ വരകൾ എന്താന്ന് പറയാം, നമുക്ക് സമാന്തര വരകളാണെന്നും പറയാം, തിരിച്ചും പറയാം. അപ്പൊ നമുക്ക് സെഡ് എന്ന് ഓർമ്മിച്ചാൽ മതി, അങ്ങനെ സെഡ് എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കോണുകൾ, ഇതാണ് മറുകോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങള്, ഈ എ സി അതേപോലെ തന്നെ ബി ഡി, എ സി ബി ഡി രണ്ട് വരകളാണല്ലോ. എ സി ബി ഡി ഇങ്ങനെ ഒരു വര പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വര പോകുന്നുണ്ട് അല്ലെ. ഇതിനിങ്ങനെ മുറിച്ചു കിടക്കുകയാണല്ലോ എ ബി. അപ്പൊ ഉണ്ടാകുന്ന മറുകോണുകളാണല്ലോ ഇത്. ഒരു സെഡ്, ഞാൻ പറഞ്ഞ സെഡ് ഇതാ സെഡ് കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു സെഡ്. അപ്പൊ മറുകോണുകളാണല്ലോ ഇത് രണ്ടും. അപ്പൊ ഇത് രണ്ടും തുല്യമാണെങ്കിൽ എ സിയും ബി ഡിയും എന്താന്ന് പറയാം, നമുക്ക് സമാന്തര വരകളാന്ന് പറയാം. അതായത് നിങ്ങൾക്ക് മനസ്സിലായി ഒന്നുകൂടി പറയാം, ഇങ്ങനെ ഒരു വരയാണ് എ ബി, ഇങ്ങനെ ഒരു വരയാണ് ബി ഡി. അപ്പൊ ഇങ്ങനെ ഒരു വര നമുക്ക് മുറിച്ച് കടക്കുന്നു. അപ്പൊ ഉണ്ടാവുന്നതാ ഈ ഒരു ഈ രണ്ട് കോണുകളും, ഇത് രണ്ടും മനസ്സിലായില്ലേ? ഈ ഒരു കോണും ഈ ഒരു കോണും തുല്യാണെന്ന് നമുക്ക് കിട്ടി. കാരണം 4ന്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ എന്താണ്? തുല്യമാണെന്ന് കിട്ടി. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എക്സ് ഡിഗ്രി ആയിരിക്കും, ഇത് 60 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും, ഇത് 70 ആണെങ്കിൽ ഇത് 70 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും തുല്യമായത് കൊണ്ട് ഈ വരകൾ നമുക്ക് എന്താന്ന് പറയാം? സമാന്തര വരകളാന്ന് പറയാം. സമാന്തര വരകളാന്ന് പറയാം. ഇത് രണ്ടും തുല്യമായത് കൊണ്ട് ഇത് രണ്ടും സമാന്തര വരകളാന്ന് പറയാം. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റു കാര്യം നോക്കാം. നമ്മൾ പറഞ്ഞു ഈ വശവും തുല്യ, ഈ കോണും ഈ കോണും തുല്യാന്ന് പറഞ്ഞല്ലോ. ഈ രണ്ട് കോണുകളും തുല്യാണ്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങള്, ഞാൻ പറഞ്ഞ ഒരു സെഡ് വരുന്ന കണ്ടോതാ, കണ്ട ഇങ്ങനെ ഒരു സെഡ് വരുന്നില്ലേ? അപ്പൊ ഇങ്ങനെ രണ്ട് വരകളെ ഒരു വര ഇങ്ങനെ മുറിച്ചു കിടക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉണ്ടാകുന്ന കോണുകളാണ് ഇത് രണ്ടും അല്ലെ, ഈ രണ്ട് കോണുകളും. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യം നമുക്കിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞു നമ്മൾ. അങ്ങനെയാവുമ്പോ ഈ വരകൾ എന്തായിരിക്കും? സമാന്തര വരകളായിരിക്കും. ഇങ്ങനെയുള്ള വരകൾ എന്തായിരിക്കും? സമാന്തര വരകളായിരിക്കും. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ചാല്, അതായത് എ സി ബി ഡി ഒരു സാമാന്തരികമാണ്. അപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം, ഈ രണ്ട് വശങ്ങളും സമാന്തരാണ്, ഈ രണ്ട് വശങ്ങളും സമാന്തരമാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സാമാന്തരികമാണെന്നാണ് പഠിച്ചത്. ഇതൊരു സാമാന്തരികമാണ്. ഓക്കെ, വായിച്ചു നമുക്ക്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് കിട്ടി നിങ്ങൾക്ക്? സാമാന്തരികമാണെന്ന് കിട്ടിയല്ലോ. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. രണ്ട് ത്രികോണങ്ങളുടെയും 3 വശങ്ങൾ തുല്യമായതുകൊണ്ട് രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ കോണും തുല്യമാണെന്ന് കിട്ടി നമുക്ക്. അതുകൊണ്ട് ഈ രണ്ട് വരകളും എന്താന്ന് കിട്ടി? സമാന്തര വരകളാണെന്ന് കിട്ടി. ഇനി അതേപോലെ ഈ കോണും തുല്യാന്ന് കിട്ടി. അതുകൊണ്ട് ഈ രണ്ട് വരകളും സമാന്തരമാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എന്താന്ന് കിട്ടി? നമുക്ക് ഒരു സാമാന്തരികമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഓക്കെ, ഇത് സാമാന്തരികമാണ്. ഇനി നമ്മളോട് പറയുന്നു, അപ്പോൾ രണ്ട് വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ, ഒരു വികരണം 8 സെന്റിമീറ്റർ ആയ സാമാന്തരികം വരച്ചൂടെ? നമുക്ക് ഇത് വെച്ചിട്ട് സാമാന്തരികം എളുപ്പത്തിൽ വരച്ചൂടെ? നമ്മൾ എന്ത് ചെയ്യാം?
വികരണം, അതിന്റെ വികരണം നേരെ വരക്കുക അല്ലെ. ഇത് വികരണം അല്ലെ, ഇതാണല്ലേ വികരണം. അപ്പൊ വികരണം വരച്ചിട്ട് മേലോട്ടും താഴോട്ടും എന്ത് ചെയ്യുക, ത്രികോണങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, സാമാന്തരികം വരക്കാൻ പറ്റും. ഇനി ചുവടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒരു ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ മറ്റേ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യം തന്നെയാണ്. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ നോക്കാം, 4 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ, കണ്ടില്ല, 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. ഓക്കെ, ഈ 4 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് കോൺ ബി. ഈ 4 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് എന്ത്, കോൺ പി. പറഞ്ഞ കോൺ പി. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം കോൺ ബി സമം കോൺ പി ആന്ന് പറയാം. ഓക്കെ ആണല്ലോ, കോൺ ബി സമം കോൺ പി ആണ്. ഇനി ഇവിടെ നോക്കാം, 5 സെന്റിമീറ്റർ. ഈ 5 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് എന്ത്, കോൺ എ. ഇവിടെ 5 സെന്റിമീറ്ററിന്റെ എതിരെ ആരാണുള്ളത്, കോൺ ആറാണുള്ളത്. അപ്പൊ നമുക്ക് പറയാം കോൺ എ സമം കോൺ എന്താണ്, ആറാണെന്ന് പറയാം. ഓക്കെ, ഇനി ബാക്കി വരുന്നത് ഇത് രണ്ടാണ്, ഇത് രണ്ടും തുല്യമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ എതിരെയാണ്, ഇതും 6 സെന്റിമീറ്റർ എതിരാണ്. അപ്പം കോൺ സി സമം നമുക്ക് പറയാം കോൺ എന്താന്ന് പറയാം, ക്യൂ ആന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി ഇത് നോക്കൂ, താഴത്തെ ചിത്രം നിങ്ങൾ ചെയ്യില്ലേ, താഴത്തെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാം, കിട്ടാത്തവര് കമന്റ് ചെയ്യാം. നോക്ക്, ചുവടെ വരച്ചിരിക്കുന്ന 2 ത്രികോണങ്ങളിൽ എ ബി സമം ക്യു ആർ, ബി സി സമം ആർ പി, സി എ സമം പി ക്യു തന്നിട്ടുണ്ട് വശങ്ങൾ. ത്രികോണം എ ബി സിയിലെ കോൺ സിയും ത്രികോണം പി ക്യു ആറിലെ കോണുകളും കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പൊ ഇത് കോൺ സി കണ്ടുപിടിക്കാനാ, ഈ ഒരു കോൺ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആദ്യം പറയുന്നത്. ഈ കോണ്. അപ്പം എ ബി സി ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ, 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്രയാ കിട്ടുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് 180 ഡിഗ്രി ആണ്. അപ്പൊ ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. ഇവിടെ ഉള്ളത് എത്രയുണ്ട്, 40 ഉണ്ട്, 60 ഉണ്ട്, 40ഉം 60. ഇനി എത്രയും കൂടി വേണം നമുക്ക് 180 ആവാൻ, 40ഉം 60ഉം കൂട്ടിയാൽ 100 ആണ്. ഇനി 80 ഡിഗ്രി കൂടി വന്നാല്, 80 ഡിഗ്രി കൂടി വന്നാൽ നമുക്ക് 180 ആയി. അപ്പൊ ഇത് എത്രയായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ എ ബി സിയിലെ കോൺ സി കിട്ടിയല്ലോ. ഇനി നമുക്ക് ഓരോ വശങ്ങളും തുല്യാന്ന് പറഞ്ഞിട്ട് നോക്കാം. എ ബിക്ക് തുല്യമായ വശം ഇവിടെ എന്താ നോക്കാം. എ ബിക്ക് തുല്യമായ വശമാണ് എന്ത്, എ ബിക്ക് തുല്യമായ വശമാണ് ക്യു ആർ. ക്യു ആർ ഈ വശമാണ് എ ബിക്ക് തുല്യം. അപ്പൊ അതിന്റെ എതിരെ ഇതായിരിക്കുമല്ലോ 80 ഡിഗ്രി, ഇത് 80 ഡിഗ്രി. ഓക്കെ, ഇനി ബി സിക്ക് തുല്യമായതാണ് എന്ത്, ബി സിക്ക് തുല്യതാണ് ആർ പി. ഇതാണല്ലോ ആർ പി. ഇതിന്റെ എതിരെയുള്ള കോൺ ഏതാണ്, ഇതാണ് അല്ലെ. അപ്പൊ ബി സിന്റെ എതിരെയുള്ളത് എത്രയാണ്, 40 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും, 40 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത എന്തായിരിക്കും, ഇതെന്തായിരിക്കും, ഇത് 80 40 ആണ്, ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ബാക്കി ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക, എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് കിട്ടാത്തതൊക്കെ കമന്റ് ചെയ്യുക, എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഇവിടെ ക്ലാസ് ഇവിടെ നിർത്തിയിട്ട് ആ പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് വരിക. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ തന്നെ മുഴുവൻ ക്ലാസ് എടുക്കണം എന്നാണ്, ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്കൊരു ഒഴുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് കുറച്ച് പറഞ്ഞ് നാളത്തേക്ക് മാറ്റി വെച്ച് അപ്പോൾ ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അപ്പൊ ഇന്ന് ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് പറയാം, പ്രോബ്ലംസ് ബാക്കിയുണ്ട്, നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക, കിട്ടിയവര് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക, കിട്ടാത്തവര് ഏതൊക്കെ പ്രോബ്ലംസ് കിട്ടിയില്ല എന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 2 വശങ്ങളും ഒരു കോണും തന്നാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാമോ? അറിയാം, നമ്മൾ വരച്ചു പഠിച്ചതാണ്. 2 വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, അവ ചേർന്ന് വരുന്ന കോൺ 40 ഡിഗ്രി. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾക്ക് 5ഓ 7ഓ ഏതെങ്കിലും ഒരു സെന്റിമീറ്റർ താഴെ ബേസ് ആയിട്ട് വരക്കുക, പാദമായിട്ട് വരക്കുക. എന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡെന്ന്, ഇവിടെന്നോ അല്ലെങ്കിൽ ഇവിടെന്നോ നമുക്ക് എത്ര എടുക്കണം, 40 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ചിട്ട് അളന്നെടുക്കുക. പ്രൊട്രാക്ടർ അറിയില്ലേ, ഇങ്ങനെയുള്ളത് അല്ലെ. പ്രൊട്രാക്ടർ വെച്ചിട്ട് അതിന്റെ ഈ ഒരു സെന്റർ എന്ത് ചെയ്യുക, ഇവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക,
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എത്ര ഡിഗ്രി 40 ഡിഗ്രി അളന്നെടുത്തിട്ട് നീട്ടി വരക്കാം അല്ലെ. അങ്ങനെ നീട്ടി വരച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എത്ര എടുക്കാം 7 സെന്റിമീറ്റർ എന്ത് ചെയ്യുക അടയാളപ്പെടുത്തിയിട്ട് താഴോട്ടേക്ക് വരച്ചാൽ 7 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് താഴോട്ടേക്ക് വരച്ചാൽ നമ്മുടെ ത്രികോണം റെഡിയായി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ 5 സെന്റിമീറ്റർ എടുക്കാം, അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ എടുക്കാം, 40 ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എടുക്കാം. അതാ ഇവിടെ എടുത്ത് കണ്ടോ. അപ്പൊ 2 ത്രികോണങ്ങളായില്ലേ. അപ്പൊ താഴെ 7 സെന്റിമീറ്റർ എടുത്താൽ അവിടെയും 2 ത്രികോണങ്ങൾ. അങ്ങനെ നമുക്ക് 4 ത്രികോണങ്ങൾ വരച്ചു. ഈ 4 ത്രികോണങ്ങളുടെയും 2 വശങ്ങളും അവ ചേർന്നുണ്ടാകുന്ന കോണും തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഈ 4 ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്, ഒരുപോലെയുള്ള ത്രികോണങ്ങളാണ്. കാരണം നോക്കാം നമുക്ക്. ഈ ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാമത്തെ വശങ്ങൾ ഒരേ നീളമാണല്ലോ അല്ലെ. ഇതിപ്പോ 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആകുമ്പോൾ മൂന്നാമത്തെ വശം എല്ലാത്തിലും എന്താണ്? തുല്യമാണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ കടലാസിൽ വെട്ടിയെടുത്താൽ എല്ലാം നമുക്ക് ഒരുപോലെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ത്രികോണം തന്നെ പല രീതിയിലായിട്ട് വെച്ചതാണിത്. അപ്പോ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളും അവ ചേർന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും അവ ചേർന്ന കോണിന് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ്, മറ്റു കോണുകളും തുല്യമാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനായി എങ്ങനെ 2 ത്രികോണങ്ങൾ തുല്യമാവാം? 2 വശങ്ങളും അവ ചേർന്നുണ്ടാകുന്ന കോണും നിർബന്ധമാണ്. 2 വശങ്ങളും അവ ചേർന്നുണ്ടാകുന്ന കോണും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശം തുല്യമാണ്. അങ്ങനെ 3 വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മുടെ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ കോണുകളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ തുല്യ കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ നമ്മൾ പഠിച്ചു. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യം. ഇനി താഴെ നോക്കാം നമുക്ക്. ABC എന്നീ വശങ്ങൾ അവ ചേർന്നുണ്ടാകുന്ന കോൺ പി എന്നീ വശങ്ങളും അവ ചേർന്നുണ്ടാകുന്ന ക്യൂവും തുല്യമാണ്. ഓക്കെ, കോൺ ബിക്ക് തുല്യമായ കോൺ ഇവിടെ നോക്ക്. 8 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ, അതേപോലെ തന്നെ ഇവിടെ 4 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 50 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പൊ കോൺ ബിക്ക് തുല്യമായ കോൺ ബിക്ക് തുല്യമായ കോൺ ബിയുടെ എതിരെയുള്ളത് 4 സെന്റിമീറ്റർ ആണ് അല്ലെ. ഈ 4 സെന്റിമീറ്ററിന്റെ എതിരെയാണ് കോൺ ബി. അപ്പൊ ഇതിനിവിടെ 4 സെന്റിമീറ്റർക്ക് എതിരെ ആരാളുള്ളത്? കോൺ ആറാണുള്ളത്. അപ്പൊ നമുക്ക് പറയാം കോൺ ബിക്ക് തുല്യമായ കോൺ ആറാണ്. അപ്പൊ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യം. അപ്പൊ കോൺ ബി എതിരെയാണ്. അപ്പൊ കോൺ ബിക്ക് തുല്യം നമ്മൾ എന്ത് പറഞ്ഞു? കോൺ ആറാണ്. ഇനി അതേപോലെ കോൺ ബി സമം കോൺ ആർ, കോൺ സി സമം കോൺ പി ആണല്ലോ. സി എന്ന് പറഞ്ഞാൽ ഈ 8 സെന്റിമീറ്ററിന്റെ എതിരെയുള്ളതാണ്. 8 സെന്റിമീറ്റർ എതിരാണിത്. അപ്പൊ ഇവിടെ 8 സെന്റിമീറ്ററിന്റെ എതിരെ ഇതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ 2 കോണുകളും തുല്യമായിരിക്കും. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ. ഇതൊക്കെ എന്താണ്? തുല്യമായിരിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ 2 ത്രികോണങ്ങൾ? ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ പോയി 2 ത്രികോണങ്ങൾ കാണുന്നില്ലേ? ഈ 2 ത്രികോണത്തിലും 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 2 വശങ്ങൾ തന്നിട്ടുണ്ടല്ലോ അല്ലെ. ഒരു കോൺ നിന്നിട്ട് 30 ഡിഗ്രി. എന്നിട്ടും ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണോ? അല്ല. എന്തുകൊണ്ട്? 2 തുല്യ വശങ്ങൾക്ക് 2 വശങ്ങളും അവ ചേരുന്ന കോണെന്നാ പറയുന്നത് അല്ലെ. ഇവിടെ 2 വശങ്ങളും അവ ചേരുന്ന കോണും ആണോ തുല്യമായിരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു കോണും 2 വശവും തുല്യ ആയതുകൊണ്ട് ത്രികോണങ്ങൾ എന്താവില്ല? തുല്യ ത്രികോണങ്ങളാവില്ല. അതിനുള്ള ഉദാഹരണമാണ് ഇത് പറയുന്നത്. അപ്പൊ ഒരു ത്രികോണത്തിലെ 2 വശവും ഒരു കോണും മറ്റൊരു ത്രികോണത്തിലെ 2 വശങ്ങൾക്കും ഒരു കോണിന് തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണമാവില്ല. എങ്ങനെയാവണം? 2 വശവും അവ ചേർന്ന് വരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും അവ ചേർന്ന് വരുന്ന കോണിനും തുല്യമായാൽ മാത്രമേ ത്രികോണങ്ങൾ എന്താവുള്ളൂ? തുല്യ ത്രികോണങ്ങളാവുള്ളൂ. എന്നാൽ മാത്രമേ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാവുള്ളൂ. അപ്പൊ 2 വശങ്ങളും ഒരു കോണും തുല്യമായിട്ടും മൂന്നാമത്തെ വശങ്ങൾ തുല്യമാവാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? നമ്മൾ പഠിച്ച കണ്ടീഷൻ എങ്ങനെയാണ്? 2 വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും അവ ചേർന്ന് വരുന്ന കോണും തുല്യമായാൽ മാത്രമേ ത്രികോണങ്ങൾ എന്താവുള്ളൂ? തുല്യ ത്രികോണങ്ങളാവുള്ളൂ. ചുവടെ 2-3 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.
നോക്കാം. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രത്തിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പൊ ഒന്നാം ത്രികോണത്തില് 7 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉണ്ട്, 7 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉണ്ടാണല്ലോ. അപ്പൊ അവ ചേർന്ന് വരുന്ന കോണല്ലേ ഇവിടെ 40, അവ ചേർന്ന് വരുന്ന കോണല്ലേ ഇവിടെ 40. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ബി സിക്ക് എതിരാണിത് എ അല്ലെ. അതേപോലെ തന്നെ പി ആറിന്റെ ഓപ്പോസിറ്റ് ആണ് ക്യൂ, അത് നമുക്കറിയാം. ഇനി 3 സെന്റിമീറ്ററിന്റെ ഇവിടെ 3 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് കോൺ സി. 3 സെന്റിമീറ്ററിന്റെ എതിരെയാണ് കോൺ സി ആണല്ലോ. ഈക്വൽ ടു ഇവിടെ 3 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് എതിരെ വരുന്ന ആരാണ്? കോൺ പി. കോൺ പി ആണല്ലോ. അപ്പൊ കോൺ സി സമം കോൺ പി എന്ന് കിട്ടി. ഇനി ഇവിടെ 7 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആരാ ഇവിടെ വരുന്നത്? കോൺ ബി ആണ്. കോൺ ബി സമം ഇവിടെ 7 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? ആർ. അപ്പൊ കോൺ ആർ. സംഭവം നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണോ, ഒരു പ്രയാസവും ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾ ചെയ്യണേ. ഇപ്പൊ ഇവിടെ വീഡിയോ ഇവിടെ നിർത്തിക്കോ, എന്നിട്ട് പോയിട്ട് പ്രോബ്ലം ചെയ്തോളൂ. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം കമന്റ് ചെയ്യുക. കഴിഞ്ഞു അല്ലെ കിട്ടി അല്ലെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ബാക്കി വീഡിയോ കാണുക. ഇവിടെ നോക്കാം നമുക്ക്. ഈ ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. ചിത്രത്തിൽ ACBE ഇവ സമാന്തര വരകളാണ്. BCB എന്നീ വരകൾ ഒരേ നീളമാണോ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങോട്ട് നോക്കാം. ഇതാ BC, അതേപോലെ തന്നെ DE ഇതാ ഈ രണ്ട് വശങ്ങളും ഒരേ നീളമാണോ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഒരേ നീളമാണോ എന്ന് ചോദിച്ചാൽ നോക്ക്, ഇവിടെ ഇത് 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. അവ ചേർന്ന് വരുന്ന കോൺ ഈ രണ്ട് കോണുകളും തുല്യമായാൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണെന്ന് നമുക്ക് പറഞ്ഞൂടെ? നമ്മൾ ഇപ്പൊ പഠിച്ചു. രണ്ട് വശങ്ങളും അവ ചേർന്ന് വരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവ ചേർന്ന് വരുന്ന കോണിന് തുല്യമാണെങ്കിൽ ത്രികോണം തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞു ആണല്ലോ. അപ്പൊ ഈ രണ്ട് കോണും തുല്യമാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാം. ACയും BEയും സമാന്തര വരകളാണ്. അപ്പോ ഒരു വരയില് സമാന്തര വരകൾ ഇങ്ങനെ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ കോണുകളൊക്കെ എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ എന്താണ്? ഒരു വരയില് സമാന്തരമായിട്ട് ഏതൊരു വര മുറിച്ച് കടന്നാലും അത് ഉണ്ടാക്കുന്ന കോണെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ കോണുകളൊക്കെ എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ രണ്ട് വരകളും സമാന്തര വരകളായതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്തിനായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാകും. അപ്പോ ഈ മൂന്നാമത്തെ വശങ്ങൾ എന്തിനായിരിക്കും? തുല്യമായിരിക്കും. അതേപോലെ BCDE എന്നീ വരകൾ സമാന്തരമാണോ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ BC നോക്കാം. എന്താ ഈ രണ്ട് വരകളും സമാന്തരമാണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വരകളും സമാന്തരമാവണമെങ്കിൽ ഈ ഒരു കോണും തുല്യമാവണ്ടേ? ഈ രണ്ട് കോണുകളും തുല്യമാവണ്ടേ? അപ്പൊ അതെങ്ങനെ നോക്കാം നമുക്ക്. ഈ ഒരു കോണും തുല്യമാണോ? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളല്ലേ? അപ്പൊ ഇത് ആറിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോണല്ലേ, ഇതും ആറിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോണല്ലേ? രണ്ടും എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെ ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് ഈ രണ്ട് വരകളും എന്തുതന്നെയായിരിക്കും? സമാന്തര വരകളായിരിക്കും. ഈ രണ്ട് വരകളും സമാന്തര വരകളായിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യ്, കിട്ടിയാലും കമന്റ് ചെയ്യ്. ഓക്കെ, അടുത്ത സെക്ഷൻ, അടുത്ത ഭാഗം നോക്കാം. ഒരു വശവും രണ്ട് കോണുകളും ഒരു വശം നോക്കാം 8 സെന്റിമീറ്ററും അതിന്റെ രണ്ടറ്റത്ത് 40 ഡിഗ്രി 60 ഡിഗ്രി കോണുകളുള്ള ത്രികോണം വരയ്ക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമ്മൾ 8 സെന്റിമീറ്ററിലെ ഒരു വരക്കാം, രേഖ വരക്കുക, അല്ലെങ്കിൽ ഒരു ലൈന് വരക്കുക, അല്ലെങ്കിൽ പാദം വരക്കുക. ഒരു ഭാഗത്ത് നിന്ന് 40 ഡിഗ്രി എടുത്ത് മറ്റേ ഭാഗത്ത് നിന്ന് 60 ഡിഗ്രിയും പ്രൊട്രാക്ടർ വെച്ചിട്ട് രേഖപ്പെടുത്തിയിട്ട് നീട്ടി വരച്ചാൽ അവ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ത്രികോണം കിട്ടും. അപ്പൊ ഇവിടെ 40ഉം ഇവിടെ 60 എടുത്തു. ഇനി വേണമെങ്കിൽ ഇവിടെ 60ഉം ഇവിടെ 40ഉം എടുക്കാം. രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഓക്കെ,
ഇനി നമുക്ക് ത്രികോണങ്ങൾ എങ്ങനെ വരക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ഇങ്ങനെ ചരിച്ചിട്ട് വരച്ച് അവിടുന്ന് നിങ്ങൾക്ക് 40, 60 എടുത്ത് ഇങ്ങനെ ത്രികോണം വരക്കാം. അപ്പൊ ഈ കാണുന്ന ത്രികോണങ്ങളൊക്കെ കാഴ്ചയിൽ എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ഈ കാണുന്ന എല്ലാം കാഴ്ചയിൽ എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും? ഇങ്ങനെ വരയ്ക്കുന്ന ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും ചോദിക്കുന്നത്. കാരണം ഇത് 40ഉം ഇത് 60ഉം ആണെങ്കിൽ നമ്മൾ പഠിച്ചു 180 ഡിഗ്രി ആയിരിക്കും ഒരു ത്രികോണത്തിന്റെ മൊത്തം കോണളവ്. അപ്പൊ ഇത് 40ഉം 60ഉം ആയതുകൊണ്ട് മറ്റേത് എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് എത്രയായിരിക്കും? 80 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? 80 ഡിഗ്രി ആണല്ലോ. ആണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ 80 ഡിഗ്രി തന്നെയാണല്ലോ. എന്തുകൊണ്ടാന്ന് പറഞ്ഞു? ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 180. അപ്പൊ താഴെ ഒരു കാര്യമുണ്ട്. ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുമുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ രണ്ടറ്റത്തുമുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തിനായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പോ ഒരു വശവും അതിലുള്ള 2 കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും 2 കോണുകൾക്കും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. വശങ്ങളൊക്കെ തുല്യമായാൽ ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും 2 കോണുകൾ മറ്റൊരു ത്രികോണത്തിലെ 2 കോണുകൾക്ക് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണുകൾ തുല്യമാവുമോ? ഒരിക്കലും തുല്യമാവില്ല. താഴെ ഒരു ഉദാഹരണം നോക്കാം. 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 40 ഡിഗ്രി, 60 ഡിഗ്രി, 40 ഡിഗ്രി, 80 ഡിഗ്രി. അപ്പൊ മൂന്നാമത്തെ വശം നമുക്ക് നോക്കാം. മൂന്നാമത്തെ കോണ് നമുക്ക് നോക്കാം. ഇതെത്രയാ കോണ് വരിക? 40, 60 ആകുമ്പോൾ ഇതെത്ര വരിക? 80 ഡിഗ്രി. 80 ഡിഗ്രിയാണ്. ഇത് 40, 80. അപ്പൊ ഇതെത്ര വരിക? 60 ഡിഗ്രി ആണല്ലോ. ഓക്കെ, നോക്ക്. ഇവിടെ 2 കോണുകൾ തുല്യമാണ്. 40 ഉണ്ട്, 60 ഉണ്ട്, 40 ഉണ്ട്, 60 ഉണ്ട്. ഒരു വശവും തുല്യമാണ്. 8 സെന്റിമീറ്റർ ഉണ്ട്, 8 സെന്റിമീറ്റർ ഉണ്ട് ആണല്ലോ. എന്നിട്ടും ത്രികോണങ്ങൾ തുല്യ ത്രികോണമാണോ? കാഴ്ചയിലാണോ? അല്ല. എന്തുകൊണ്ട്? നമ്മൾ പഠിക്കുന്ന കണ്ടീഷൻസ് സെയിം ആയിരിക്കണം. അതായത് ഒരു വശവും അതിലെ 2 കോണുകളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ 8 സെന്റിമീറ്ററിൽ 40 ഡിഗ്രിയും 60 ഡിഗ്രിയും ഉണ്ടെങ്കിൽ ഈ ഒരു 8 സെന്റിമീറ്റർ തന്നെയായിരിക്കണം 40 ഡിഗ്രിയും 60 ഡിഗ്രിയും വരേണ്ടത്. ഇവിടെ 80 അല്ലേ വരുന്നത്? പകരം ഇവിടെ എന്ത് വരണമായിരുന്നു? 60 വരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പോ ഒരു വശവും എല്ലാ കോണുകളും തുല്യമായിട്ടും ത്രികോണങ്ങൾ മറ്റു വശങ്ങൾക്ക് തുല്യമല്ലാത്തത് എന്തുകൊണ്ട്? മറ്റു 2 വശങ്ങൾ തുല്യമല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെ കണ്ടീഷൻസ് എന്താണ്? ഒരു വശവും അതിലെ കോണുകളും എന്തുതന്നെയായിരിക്കണം? തുല്യമായിരിക്കണം. അല്ലാണ്ട് എല്ലാ കോണുകളും തുല്യമാണ്, ഒരു വശവും തുല്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് ത്രികോണങ്ങൾ എന്താവണമെന്നില്ല? തുല്യ ത്രികോണങ്ങളാവണമെന്നില്ല. മുകളിൽ പറഞ്ഞ പൊതുതത്വത്തിന്റെ ഒരു ഉപയോഗം നോക്കാം. ചിത്രത്തിൽ നോക്കാം നമുക്ക്. ABCD, അതായത് ഇതിലെ ABCD എന്നീ എതിർവശങ്ങളും ABCD ഇത് രണ്ടും എതിർവശങ്ങളാണ്. ADBC എന്നീ വരകൾ എതിർ സമാന്തര. അപ്പൊ ഇത് രണ്ടും എന്താണ്? സമാന്തര വരകളാണ്. എതിർവശങ്ങൾ സമാന്തരാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യുക? എന്ത് വരക്കുക? AC വരക്കുക. രണ്ടറ്റത്തും AAയും CAയും കൂട്ടിമുട്ടിച്ച് നമുക്കൊരു AC വരക്കാം. അപ്പൊ 2 ത്രികോണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ത്രികോണത്തിൽ കോൺ CAB ഇതാ ഈ ഒരു കോൺ DCA തുല്യമാണ്. എന്തുകൊണ്ട് തുല്യമായി? നിങ്ങൾ കണ്ടില്ലേ? ഒരു സെഡ് കാണുന്നില്ലേ? ഇങ്ങനെ ഒരു സെഡ് കാണുന്നില്ലേ? നിങ്ങളെ സമാന്തര വരകളല്ലേ? എന്താണ് വരയാത്ത? സമാന്തര വരകളല്ലേ? സമാന്തര വരകളെ ഒരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർകോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഈ 2 കോണുകളും എന്താന്ന് നമുക്ക് പറയാൻ പറ്റും? തുല്യമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, തുല്യമാണ്. അപ്പൊ ഈ ഒരു കോണും എന്താന്ന് കിട്ടി നമുക്ക്? തുല്യമാണ്. ഇനി അതേപോലെ ഈ ഒരു കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. സെയിം കാര്യം തന്നെ.
അപ്പൊ ഈ ഒരു വശം എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ത്രികോണത്തിന്റെയും പൊതുവശാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും തുല്യാണ്. അപ്പൊ ഈ ഒരു ത്രികോണത്തിലെ ഒരു വശവും അതിലെ രണ്ട് കോണുകളും ഈ ഒരു ത്രികോണത്തിലെ ഒരു വശത്തിനും അതിലെ രണ്ട് കോണുകൾക്കും തുല്യമായത് കൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ് ആണല്ലോ. അപ്പോ സമാന്തരികത്തിന്റെ എതിർവശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് വെച്ച് നമുക്ക് പറയാം ഇത് രണ്ട് തുല്യ ത്രികോണങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ വശങ്ങൾ എന്തിന്റെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇത് രണ്ടും തുല്യമായിരിക്കും, ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഒരു സാമാന്തരികത്തിന്റെ വശങ്ങൾ, എതിർവശങ്ങൾ എന്താണ്? തുല്യമാണ്. ഇതൊന്നുമില്ലടോ, നമ്മൾ ഇപ്പം പഠിച്ചൊരു കാര്യം ഉണ്ടല്ലോ. എന്താ ഇപ്പം പഠിച്ച കാര്യം? ഒരു ത്രികോണത്തില് അതെല്ലാം വയ്ക്കട്ടെ, ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഒരു ത്രികോണത്തിലെ നമ്മൾ ഇപ്പം പഠിച്ച കാര്യം, ഒരു ത്രികോണത്തിലെ ഒരു വശവും അതിലെ രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ ത്രികോണം എന്താണെന്ന് പറഞ്ഞു? നമ്മള് തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഈ എതിർവശങ്ങൾ സമാന്തരമാണെന്ന് പറഞ്ഞു. ഇതും സമാന്തര വശങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോ ഇതിന്റെ തുല്യമാണെന്ന് തെളിയിക്കണം നമുക്ക്. അപ്പൊ ഇതിന്റെ സമാന്തരമായത് കൊണ്ട് ഈ ഒരു കോണും തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഇത് രണ്ടും സമാന്തരമായത് കൊണ്ട് ഈ ഒരു കോണും തുല്യമായിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിന് പൊതുവായ വശമാണ്. അപ്പോൾ ഒരു വശവും അതിലെ രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശവും അതിലെ രണ്ട് കോണുകൾക്കും തുല്യമായത് കൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. അപ്പോ തുല്യ ത്രികോണങ്ങളുടെ വശങ്ങളൊക്കെ തുല്യമായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു വശത്തിന് തുല്യമായിരിക്കും എന്ത്? ഈ ഒരു വശം. ഈ ഒരു വശത്തിന് തുല്യമായിരിക്കും ഈ ഒരു വശം. അപ്പൊ ഒന്നുമില്ല, സമാന്തര രേഖകളാണെങ്കിൽ സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാനാണ് ഇത്രയും കാര്യം പറഞ്ഞത്. സമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരൊന്നുകൂടി കമന്റ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം. ഒരു വികരണം വരച്ചു, നമ്മൾ എ സി എന്ന് പറഞ്ഞൊരു വികരണം വരച്ചു. ഇവിടെ ബി ഡി എന്ന് പറഞ്ഞൊരു വികരണം കൂടി വരച്ചു. അങ്ങനെ രണ്ട് ത്രികോണങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി. 4 ത്രികോണങ്ങൾ കിട്ടി. അതിൽ 2 ത്രികോണങ്ങൾ നമുക്ക് എടുക്കാം. ഒരു ത്രികോണം ഇതും ഒരു ത്രികോണം ഇതും എടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം. ഇത് ഈ ഒരു കോണും തുല്യം, പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്ക്, ബി സിയും എ ബിയും എന്താണ്? സമാന്തര വരകളെ മുറിച്ചു കടക്കുന്നതാണ് ആര്? ബി ഡി. അപ്പോൾ ഉണ്ടാകുന്ന എതിർകോണുകൾ തുല്യമായിരിക്കും. ഇനി ഈ ഒരു കോണും തുല്യമായിരുന്നല്ലോ. അത് എന്തിനാ? സെഡ് തന്നെ. ഇനി ഈ ഒരു വശവും തുല്യമാണ് നമുക്കിപ്പോ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളും എന്താന്ന് പറയാൻ പറ്റും? തുല്യ ത്രികോണങ്ങളല്ലേ? ഇതാ കിട്ടി. ഒരു വശവും അതിലെ രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിലെ രണ്ട് കോണുകൾക്കും തുല്യമാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഈ കോണിന് എതിരെയുള്ള വശം ഇതാണല്ലോ, ഈ ഒരു വശമാണല്ലോ. ഈ കോണിന് എതിരെയുള്ള വശം ഈ ഒരു വശമാണല്ലോ. അപ്പൊ ഈ രണ്ട് വശങ്ങൾ എന്താന്ന് കിട്ടി? നമുക്ക് തുല്യമാണെന്ന് കിട്ടി. അതായത് എ പി സമം പി സി എന്ന് കിട്ടി. എ പി സമം പി സി എന്ന് കിട്ടി. ഈ രണ്ട് വശങ്ങളും തുല്യാന്ന് കിട്ടി. അങ്ങനെ തുല്യമാണെങ്കിൽ നമുക്ക് പറയാം ഈ വികരണങ്ങൾ കൂട്ടിമുട്ടുന്നത് എന്ത്? മധ്യബിന്ദുവിലൂടെയാണ്. അല്ലെങ്കിൽ ഈ വികരണങ്ങൾ കൂട്ടിമുട്ടുന്നത് ഈ വരയെ നേർ പകുതിയാക്കും. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എ പിയും പി സിയും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഈ എ സി എന്ന വികരണത്തിന്റെ നേർ പകുതിയിലാണ് പി ഉള്ളത്, സെന്ററിലാണ് പി ഉള്ളതെന്ന് പറയാം. അപ്പോൾ അതും നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഒരു സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ, വികരണങ്ങൾ അല്ലെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടുന്നത് എന്താ? മധ്യബിന്ദുവിലൂടെ ആയിരിക്കും. വികരണത്തിന്റെ മധ്യബിന്ദുവിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ എ സി ബി ഡി എന്നീ രണ്ട് വികരണങ്ങളുടെയും മധ്യബിന്ദുവാണെന്ത്? പി എന്ന് പറയാം അല്ലെ. അപ്പോ ഒരു സാമാന്തരികം വരച്ചിട്ട് അതിലെ രണ്ട് വികരണങ്ങളും തമ്മിൽ വരച്ചാല് നമുക്ക് ആ രണ്ട് വികരണങ്ങളുടെയും മധ്യബിന്ദുവിലൂടെ ആയിരിക്കും അത് കടന്നു പോവുക. അതിവിടെ പി ആണ് അല്ലെ. അപ്പോ ഏത് സാമാന്തരികത്തിലും വികരണങ്ങൾ മുറിച്ചു കടക്കുന്ന ബിന്ദു രണ്ട് വികരണങ്ങളുടെയും മധ്യബിന്ദുവാണെന്നാണ് ഇപ്പം നമ്മൾ തെളിയിച്ചത്. അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നും കൂടി ബാക്കോട്ടേക്ക് പോയിട്ട് ആ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് സാമാന്തരികത്തിലും വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു. അപ്പോൾ ഏതൊരു സാമാന്തരികം എടുത്താലും അതിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു, തുല്യമായിട്ടാണ് മുറിച്ചു കടക്കുന്നത്. അപ്പൊ ചുവടെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രത്തിലും ഒന്നാം ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാ പറയുന്നത്.
നോക്കാം, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിക്കുന്നുണ്ടോ? 6 സെന്റിമീറ്റർ ഉണ്ട്, അതിലെ 2 കോണുകളാണ് 50ഉം 70ഉം. ഇവിടെ 6 സെന്റിമീറ്റർ ഉണ്ട്, അതിലെ 2 കോണുകളാണ് 50ഉം 70ഉം ആണല്ലോ. ഇപ്പൊ 2 ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ നമുക്കറിയാം തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്, തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്, എല്ലാം അറിയാം. അത് വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം. ഇനി ഇത് നോക്കാം, അത് ചെയ്യണേ. ചെയ്തിട്ട് ഇപ്പം തന്നെ ചെയ്തു പോയിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോയിലേക്ക് വരിക. ചിത്രത്തിൽ എ ബി എന്ന വരയുടെ രണ്ടറ്റത്തും സമാന്തരവും തുല്യവുമായ 2 വരകളാണ് എന്ത്? എ പിയും ബി ക്യൂവും. ഇത് നോക്ക്, ഈ ഒരു വര എ പി സമം എന്താണ്? ബി ക്യൂ എന്ന് തന്നിട്ടുണ്ട്. രണ്ടും സമാന്തര വരകളുമാണ്, രണ്ടും എന്താണ്? സമാന്തര വരകളുമാണ്. അങ്ങനെയാണെങ്കിൽ ത്രികോണം എ എം പിയുടെ 3 വശങ്ങളും ത്രികോണം ബി എം ക്യൂയുടെ വശങ്ങൾക്ക് തുല്യമാണോ? എന്തുകൊണ്ട്? അതായത് നമുക്ക് വശങ്ങൾ തുല്യമാണോ എന്നാണ് നോക്കേണ്ടത്. ഈ 2 ത്രികോണത്തിലെയും വശങ്ങൾ തുല്യമാണോ എന്ന് നോക്കേണ്ടത്. അങ്ങനെയാണ്, തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 2 തുല്യ ത്രികോണങ്ങളാന്ന് കിട്ടണമല്ലോ. അത് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇത് സമാന്തര വരകളാണല്ലോ, ആണല്ലോ, സമാന്തര വരകളാണ്. അതുകൊണ്ട് ഈ ഒരു കോണും തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, സമാന്തര വരകളെ എന്താണ്? ഒരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർകോണുകൾ തുല്യമായിരിക്കും. ഈ ഒരു കോണും തുല്യമായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞ കണ്ടീഷനായി ഒരു വശവും അതിലെ 2 കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിലെ 2 കോണുകൾക്കും തുല്യമാണെങ്കിൽ ത്രികോണം രണ്ടും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് പറയാം? വശങ്ങളൊക്കെ തുല്യമായിരിക്കും. ഈ വശങ്ങളൊക്കെ തുല്യമായിരിക്കും. അപ്പോ ബി എം ക്യൂയുടെ വശങ്ങൾക്ക് തുല്യമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എ ബി എന്ന വരയിൽ എം എന്ന ബിന്ദുവിന്റെ സ്ഥാനത്തിന്റെ സവിശേഷതയാണ്. എം എന്താണ്? മധ്യബിന്ദു ആയിരിക്കും. അതായത് എ എം സമം എം ബി ആന്ന് കിട്ടും നമുക്ക്. ഈ 2 വശവും തുല്യാന്ന് കിട്ടി. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആണിത്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണിത്. അപ്പൊ ഈ 2 വശങ്ങളും തുല്യാണ്, അതേപോലെ തന്നെ ഈ 2 വശങ്ങളും തുല്യാണ്. അപ്പൊ ഇത് മുറിച്ചു കിടക്കുന്നത് എന്താണ്? മധ്യബിന്ദുവിലൂടെയാണ് മുറിച്ചു കിടക്കുക. അപ്പൊ എം എന്ന് പറയുന്നത് എന്താണ്? മധ്യബിന്ദുവാണ്. ഇനി 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ജാമിതി പെട്ടിയിലെ ഒരു മട്ടം മാത്രം ഉപയോഗിച്ച് വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പൊ മധ്യബിന്ദു കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങള് ഒരു ത്രികോണം അവിടെ ഉണ്ടാക്കിയാൽ പോരെ. അപ്പൊ തുല്യ വശങ്ങളുള്ള ഒരു ത്രികോണം ഉണ്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യുക? 5.5 സെന്റിമീറ്റർ ഈ ഒരു വര ഇല്ലേ, ഈ ഒരു വര, ഇത് 5.5 സെന്റിമീറ്റർ ആയിട്ട് നിങ്ങൾ വരക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു ത്രികോണം ഉണ്ടാക്കുക, തുല്യമായിട്ട് ഇവിടുന്ന് ഒരു ത്രികോണം ഉണ്ടാക്കുക. രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദു ആയിരിക്കും അതിന്റെ എന്ത്? മധ്യബിന്ദു. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുക. ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കണം കേട്ടോ. ചെയ്തു നോക്കിയിട്ട് പറയൂ. നമുക്ക് കിട്ടാത്തതൊക്കെ നമുക്ക് പറയാം, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്തത് സമപാർശ്വ ത്രികോണങ്ങളാണ്. ഇതിന്റെ 2 വശങ്ങൾ തുല്യമാണ്, ചുവടെയുള്ള കോണുകളും തുല്യമാണെന്ന് തോന്നുന്നില്ലേ? നോക്ക്, സമപാർശ്വ ത്രികോണം. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു ത്രികോണം ഉണ്ട്. എ ബി സി കണ്ടല്ലോ. എ ബി സിയുടെ എ സി എന്ന ഈ ഒരു വശവും ബി സി എന്ന ഈ ഒരു വശവും എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 വശങ്ങൾ തുല്യമാണ്. തുല്യമായ 2 വശങ്ങളുള്ള ഒരു ത്രികോണമാണ് ഇത്. അപ്പൊ ഈ ത്രികോണത്തിലെ ഈ കോണുകൾക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന്, ഈ കോണുകൾ തുല്യമാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ സിയിൽ നിന്ന്, ഈ ഒരു ത്രികോണം ഇല്ലേ എ ബി സി, ആ സിയിൽ നിന്ന് എ ബിയിലേക്ക് നമ്മൾ എന്ത് ഒരു രേഖ വരയ്ക്കുകയാണ്, ഒരു വര വരയ്ക്കുകയാണ് ഒരു വശം. അപ്പൊ ഇവിടെ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടി. 2 ത്രികോണങ്ങൾ കിട്ടിയല്ലോ. ഓക്കെ, ഈ ത്രികോണത്തില് നമുക്ക് നോക്കാം. എ എം സി ബി എം സി എന്നീ 2 ത്രികോണങ്ങളായി ഇവയിൽ എ സി ബി സി എന്ന് വശങ്ങൾ തുല്യമാണ്. എ സിയും ബി സിയും തുല്യമാണ്. ഇത് ഈ 2 വശവും തുല്യമാണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? 6 സെന്റിമീറ്റർ ആണ്. ഇത് 6 സെന്റിമീറ്റർ ആണ്. ഇതും 6 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? നമുക്ക് തുല്യാണ്, സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എം എന്നത് എ ബിയുടെ മധ്യബിന്ദു ആണ്. അപ്പൊ നമ്മൾ എ ബിയുടെ സെന്ററിലേക്കാണ് വരക്കുന്നത്.
സിയിൽ നിന്ന്. അപ്പൊ എം എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് ഈ ഒരു വശവും ഈ ഒരു വശവും തുല്യമാണ്. ഓക്കെ ആണല്ലോ, തുല്യമാണ്. അപ്പൊ എ എം ബി എം ഇവയും തുല്യമാണ്. രണ്ടും മൂന്നാമത്തെ വശം സി എം തന്നെയാണ്. സി എം രണ്ടിന്റെയും എന്താണ് കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലെ, പൊതുവായിട്ടുള്ള വശമാണ് എന്ത് ഈ സി എം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും നമുക്ക് എന്താന്ന് പറയാൻ പറ്റും? എന്താന്ന് പറയാൻ പറ്റും? തുല്യ ത്രികോണങ്ങളാന്ന് പറയാൻ പറ്റില്ലേ? കാരണം മൂന്ന് വശങ്ങളും തുല്യമാണ്. ഈ വശം ഈ വശം ഈ വശം ഈ വശത്തിന് തുല്യമാണ്. എ എം ബി എമ്മിന് തുല്യാണ്. സി എം രണ്ടിനും ഉള്ള വശമാണ്. അതേപോലെ തന്നെ എ സിയും ബി സിയും തുല്യാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ എന്താന്ന് പറയാൻ പറ്റും? തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ നമുക്കറിയാം തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യായിരിക്കും. അപ്പൊ ഇവിടെ 6 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോണാണ് ഇത്. ഓക്കെ, അത് നമുക്ക് വേണ്ട. നമുക്ക് ഏതാ തെളിയിക്കേണ്ടത്? ഈ രണ്ട് കോണിന്റെയും പ്രത്യേകതയല്ലേ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു വശത്തിന്റെ എതിരെയുള്ള കോണാണ് ഇത്. അതേപോലെ തന്നെ ഇതിനെതിരെയുള്ളതാണ് ഇത്. അപ്പൊ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് എം സി എന്ന് പറയുന്ന ഈ ഒരു വശം, ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് എതിരെ വരുന്ന കോണുകളാണ് ഒന്ന് എയും ഒന്ന് ബിയും. അപ്പൊ ഇത് രണ്ട് ത്രികോണത്തിന്റെയും പൊതുവായ വശമായതുകൊണ്ട് ഇതിന്റെ എതിരെ ഇവിടെ വരുന്ന ഈ ഒരു കോണും ഇതിനെതിരെ ഇവിടെ വരുന്ന ഈ ഒരു കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് പറയാം കോൺ എ സമം എന്താന്ന് പറയാം? കോൺ ബി ആന്ന് പറയാം. കോൺ എ സമം കോൺ ബി ആന്ന് പറയാം. അപ്പോ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ, താഴെ ഇവിടെ നോക്ക്, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് വശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യം. അപ്പൊ ഈ ഒരു ഇവിടെ നോക്കാം, ത്രികോണം എ ബി സിയില് ഇത് ഇവിടെ നോക്കാം നിങ്ങള്. ത്രികോണം എ ബി സിയില് ഇവിടെ 6 സെന്റിമീറ്ററിന്റെ എതിരെ വരുന്നത് ആരാന്ന് നോക്കാം. ആരാ ഇവിടെ എതിരെ വരുന്നത്? കോൺ ബി ആണ്. ഇവിടെ 6 സെന്റിമീറ്റർ എതിരെ വരുന്ന ആരാണ്? കോൺ എ ആണ്. ആണല്ലോ. അപ്പൊ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും. ഏത് കേസില്? സമപാർശ്വ ത്രികോണത്തിന്റെ കേസില്. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ പഠിച്ചോ, രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങൾ. രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ നമ്മൾ കണ്ടു രണ്ട് കോണുകളും എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോ ആ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ വേണേ പറയാം? രണ്ട് കോണുകൾ തുല്യമായാൽ അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമായാൽ അത്തരം ത്രികോണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സമപാർശ്വ ത്രികോണങ്ങൾ. സമപാർശ്വ ത്രികോണങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമുക്ക് കാണാൻ. ചിത്രത്തിൽ ത്രികോണം ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. നമ്മൾ എ ബിയുടെ മധ്യബിന്ദുവാണ് എം ആണല്ലോ. മധ്യബിന്ദുവാണ് എം. എമ്മിലേക്ക് സിയിൽ നിന്ന് വരച്ചതാണ് ഇത് അല്ലെ, സി എം. ഓക്കെ, അങ്ങനെയാവുമ്പോ ഈ രണ്ട് വശങ്ങളും നമുക്ക് തുല്യമാണെന്ന് അറിയാം. ഈ രണ്ട് വശങ്ങളും തുല്യമാണെന്ന് അറിയാം. അപ്പൊ അതിനെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കുമല്ലോ. അപ്പൊ ഈ രണ്ട് വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ ഇതാണല്ലോ. അപ്പൊ ഇത് മൊത്തം എത്രയായിരിക്കടോ? ഇത് മൊത്തം എത്രയായിരിക്കും? ഇങ്ങനെ ഒരു ഛേദകം ഗണ്ണിച്ചാൽ ഈ കോണുകൾ എത്രയാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 180. ഇത് മൊത്തം അപ്പൊ എത്രയായിരിക്കും? 360. അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇങ്ങനെ ആകുമ്പോ ഇത് 180 ഡിഗ്രിയാണ് മൊത്തം. ഓക്കെ, അങ്ങനെ ആവുമ്പോ ഇത് തുല്യവുമാണ്. ഇത് രണ്ടും കൂട്ടിയാൽ 150 ആയിരിക്കും. അപ്പോ കോണുകൾ എത്രയായിരിക്കും? 90ഉം 90ഉം കൂട്ടിയല്ല 150 ആവുള്ളൂ. അപ്പൊ ഈ കോണ് 90 ഡിഗ്രിയാണ്. അതേപോലെ ഈ കോണും എന്താണ്? 90 ഡിഗ്രിയാണ്. രണ്ട് കോണുകളും 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്? എ ബിക്ക് ലംബ സമഭാജിയാണെന്ന് പറയാം. എ ബിക്ക് ലംബം. ഈ രണ്ട് വശങ്ങളും പരസ്പരം ലംബമാണെന്ന് പറഞ്ഞൂടെ? 90 ഡിഗ്രിയിലാണെങ്കിൽ ഒരു വരയെ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. ഈ നമ്മൾ പറഞ്ഞു രണ്ട് വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും നമ്മൾ പറഞ്ഞു. ഇത് നേരെ തിരിച്ച് രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ ഈ വശങ്ങൾ തുല്യമാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എ സി സമം ബി സി ആണോ എന്ന് നമുക്ക് നോക്കണം. എ സി സമം ബി സി ആണോ എന്ന് നോക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സിയിൽ നിന്ന് ഒരു ലംബവശം എ ബിയിലേക്ക്, എ ബിയുടെ ലംബ വരക്കുക. എന്താണ്? ഇതാണ്. പിയില് വരച്ചു.
അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, 90 ഡിഗ്രി ആണ്. ഈ രണ്ട് കോണുകളും എന്താണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതും എന്തെന്നെയാണ്, 90 ആണ്. അപ്പൊ ഇത് രണ്ട് വശവും ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് ഈ ഒരു കോണും എന്തെന്നെയായിരിക്കും, തുല്യമായിരിക്കുമല്ലോ, ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം, ഈ ഒരു വശം അതായത് സി പി എന്ന് പറയുന്നത് ഇത് പൊതുവശമാണ്. സി പിയിൽ ഒരു വശവും രണ്ട് കോണുകളും, സി പിയുടെ ഒരു വശവും രണ്ട് കോണുകളും, അതേപോലെ ഈ ഒരു ത്രികോണത്തില് ഈ രണ്ടാമത്തെ ത്രികോണത്തില് ഒരു വശവും രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ അതിന്റെ വശങ്ങളും തുല്യമായിരിക്കും. ഇപ്പൊ 90-ന്റെ എതിരെയുള്ള ഈ ഒരു വശവും 90-ന്റെ എതിരെയുള്ള ഈ ഒരു വശവും എന്തിനായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് സമപാർശ്വ ത്രികോണത്തില് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഇനി കോണുകൾ, രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ അവയിലേക്ക് വരുന്ന അവയുടെ എതിരെയുള്ള വശങ്ങളും എന്തിനായിരിക്കും, തുല്യമായിരിക്കും. അതാണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. സമപാർശ്വ ത്രികോണത്തിലെ രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമാണ്. ഇനി ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ഈ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമാണ്. രണ്ട് തരത്തിൽ നമുക്ക് പറയാം. വശങ്ങൾ തുല്യമാണെങ്കിൽ എതിരെയുള്ള കോണുകളും തുല്യമാണ്. കോണുകൾ തുല്യമാണെങ്കിൽ എതിരെയുള്ള വശങ്ങളും തുല്യമാണ്. ഓക്കെ. ഇനി രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തെ സമപാർശ്വ ത്രികോണം, ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ട തത്വം അനുസരിച്ച് രണ്ട് കോണുകൾ തുല്യമായ ത്രികോണങ്ങളും എന്തുതന്നെയായിരിക്കും, സമപാർശ്വ ത്രികോണങ്ങളാണ്, ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ ഒരു ത്രികോണം നോക്കാം. എന്താണ്, എ ബി സിക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്, 3 വശങ്ങളും തുല്യമാണ്. 3 വശങ്ങൾ എത്ര സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാകുമ്പോ ഏതൊരു സമഭുജ ത്രികോണത്തിന്റെയും കോണുകളെല്ലാം 60 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം 3 വശങ്ങളും തുല്യമായ ത്രികോണങ്ങളാണ് സമഭുജ ത്രികോണങ്ങൾ. അപ്പോ ഒരു ത്രികോണത്തിന്റെ കോണ്, 3 കോണുകളും കൂട്ടിയാൽ നമുക്കറിയാം 180 ഡിഗ്രി ആണ്. 3 കോണുകളും കൂട്ടിയാല് 180 ഡിഗ്രി ആണ്. അപ്പൊ വശങ്ങൾ 3ഉം തുല്യമായതുകൊണ്ട് 3 കോണുകളും എന്ത് തന്നെയായിരിക്കും, തുല്യായിരിക്കും. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ സമപാർശ്വ ത്രികോണം. അപ്പൊ ഇതൊരു സമപാർശ്വ ത്രികോണം കൂടിയല്ലേ. രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങൾ എന്താണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്. ഇവിടെ രണ്ട് വശങ്ങൾ തുല്യാണ്. അപ്പൊ ഈ രണ്ട് കോണുകൾ എന്തിനായിരിക്കും, തുല്യായിരിക്കും. ഇനി ഇങ്ങനെ ചിന്തിച്ചാല് ഈ രണ്ട് വശങ്ങളും തുല്യമായതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യായിരിക്കും. അപ്പോ ഒരു സമഭുജ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണം കൂടിയാണ്. നോക്കേ, സമപാർശ്വ ത്രികോണം ആവണമെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമായാൽ മതി. ഇപ്പൊ ഇവിടെ രണ്ട് വശങ്ങൾ തുല്യാണ്, അതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഇനി മൂന്നാമത്തെ വശം കൂടി തുല്യമായതുകൊണ്ട് നമ്മളെ ഈ സമപാർശ്വ ത്രികോണത്തിന് നമുക്ക് എന്ത് വിളിക്കാം, സമഭുജ ത്രികോണം എന്ന് വിളിക്കാം. അപ്പൊ സമഭുജ ത്രികോണത്തിലെ 3 വശങ്ങളും തുല്യമായിരിക്കും. അതേപോലെ തന്നെ 3 കോണുകളും തുല്യമായിരിക്കും. 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. അപ്പൊ ഈ ഒരു 180-നെ നമുക്ക് 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, നമുക്ക് 60 ഡിഗ്രി. 60 ഡിഗ്രി. അതായത് ഒരു സമഭുജ ത്രികോണത്തിലെ ഓരോ കോണും എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഏതൊരു സമഭുജ ത്രികോണത്തിലും കോണുകളെല്ലാം 60 ഡിഗ്രി ആണ്. ഇനി ഒരു ത്രികോണത്തിന്റെ കോണുകളെല്ലാം 60 ഡിഗ്രി ആണെങ്കിൽ അതൊരു എന്തായിരിക്കും, സമഭുജ ത്രികോണമായിരിക്കും. അപ്പൊ ചുവടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചുവടെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ചുവടെ കുറെ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഓരോന്നിനും ഒരു കോൺ എഴുതിയിട്ടുണ്ട്. മറ്റു കോണുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കാം. ഇത് 30 ഡിഗ്രി ആണ്. അപ്പൊ ഈ കോണും എന്തുതന്നെയായിരിക്കണം, 30 ഡിഗ്രി ആയിരിക്കണം, ആണല്ലോ. കാരണം എന്താണ്, സമപാർശ്വമാണെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമാണ്, അവർക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. ഇത് 30 ആണെങ്കിൽ ഇത് 30 ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടി, നമുക്ക് 60 കിട്ടി. രണ്ടും കൂടി കൂട്ടിയാൽ 60 കിട്ടി. നമുക്ക് ഇനി എത്രയാണ് ടോട്ടൽ, 180 ഡിഗ്രി ആണ്. അപ്പൊ 180 ഡിഗ്രിന്ന് 60 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 120 ഡിഗ്രി. ഇത് എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് 40 ആണല്ലോ, 40. ഇതിൽ തുല്യ കോണുകൾ ഏതാ നിങ്ങൾക്ക് തോന്നുന്നത്, ഈ രണ്ട് കോണുകളുമാണല്ലോ തുല്യം. ഈ രണ്ട് കോണുകളാണല്ലോ തുല്യം. ഓക്കെ, ഈ രണ്ട് വശങ്ങളും തുല്യാണ്. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഒന്ന് 40 ആണ്. അപ്പൊ 180 40 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാകുക, 140. 140-നെ 2 കൊണ്ട് ഹരിച്ചാൽ 140-ന്റെ പകുതി എടുത്താലേ ഓരോന്നും എത്രയായിരിക്കും നമുക്ക് കിട്ടുക, 70 ഡിഗ്രി. ഇത് 70 ഡിഗ്രി, ഇത് 70 ഡിഗ്രി.
ഓക്കെ ആണല്ലോ. അതുപോലെ താഴെയുള്ളതും ചെയ്തു നോക്കുക. താഴെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രി ആണ്. മറ്റ് രണ്ട് കോണുകൾ കണ്ടുപിടിക്കുക. ഒരു കോൺ 120 ഡിഗ്രി ആന്ന് പറയുന്നുണ്ട് അല്ലെ. ബാക്കി ഇനി എത്രയാ ഉള്ളത്? 180 120 പോയാൽ ബാക്കി 60 ഡിഗ്രിയേ ഉള്ളൂ അല്ലെ. ഈ 60 ഡിഗ്രി ആയിരിക്കും മറ്റ് രണ്ട് കോണുകൾ കൂട്ടിയാൽ. അപ്പൊ ഓരോന്ന് എത്രയായിരിക്കും? 30 30. കാരണം തുല്യാവണല്ലോ. ഒന്ന് 120 ബാക്കി രണ്ടും തുല്യാവണം. അപ്പൊ എത്രയാ? 30 30. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടാത്തവര് കമന്റ് ചെയ്യാം. കിട്ടിയവരും കിട്ടി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. ഇനി സമഭാജികൾ എന്നൊരു ഭാഗമാണ് പഠിക്കാനുള്ളത്. സമഭാജികൾ. ഓക്കെ, ചിത്രം നോക്കൂ. എ ബി സിയിൽ എ സി ബി സി ഇവ തുല്യമാണ്. എ സിയും ബി സിയും തുല്യമാണ്. സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബമാണ് എന്ത്? സി പി. എ ബിയിലേക്കുള്ള ലംബമാണ് ഈ സി പി. ഇതിൽ കോൺ എ പി സി, കോൺ ബി പി സി ഇവയുടെ വശങ്ങളും കോണുകളും തുല്യമാണെന്ന് കണ്ടു. അപ്പം എ പി സി ഈ രണ്ട് ത്രികോണങ്ങളുടെയും കോണുകളൊക്കെ തുല്യമാണെന്ന് കണ്ടു. അപ്പോൾ എ പിയും ബി പിയും തുല്യമാണ്. അതായത് എ പിയും ബി പിയും തുല്യം നമ്മൾ പറഞ്ഞല്ലോ. എ പിയും ബി പിയും തുല്യമാണെന്ന് നമ്മൾ കണ്ടു. അതായത് എ പിയെ സി പി സമഭാഗം ചെയ്യുന്നു. അതായത് എ പി എന്ന വശത്തെ സി പി എന്ന വശം സമഭാഗം ചെയ്യുന്നു, സമമായിട്ട് ഭാഗം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോണും തുല്യാണെന്ന് കൂടി നമ്മൾ കണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും നമ്മൾ കിട്ടിയല്ലോ അല്ലെ. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളാണ്. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യാണ്. അപ്പൊ ഈ രണ്ട് കോണുകളെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? സമഭാഗം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കൂടാതെ കോൺ എ സി പി ഈ ഒരു കോണ്, അതേപോലെ തന്നെ കോൺ ബി സി പി ഈ ഒരു കോണ്, ഇവ രണ്ടും തുല്യമാണ്. അപ്പോൾ സി പി എന്ന വര കോൺ സി യെയും എന്ത് ചെയ്യുന്നുണ്ട്? സമമായിട്ട് ഭാഗം ചെയ്യുന്നുണ്ട് ആണല്ലോ. സമമായിട്ട് ഭാഗം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സി പി എന്ന ഈ ഒരു വര എ ബി യെയും അതേപോലെ തന്നെ കോൺ സി യെയും സമമായിട്ട് ഭാഗം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഒരു സമപാർശ്വ ഇവിടെ നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബം ഈ മൂലയിലുള്ള കോണിനെയും എതിർവശത്തെയും എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു സമപാർശ്വ ത്രികോണം, രണ്ട് വശങ്ങൾ തുല്യമായ ഒരു ത്രികോണത്തിലെ ആ രണ്ട് വശങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് നമ്മുടെ മറ്റേ അടുത്ത വശത്തേക്ക് വരയ്ക്കുന്ന ലംബം ഈ കോണിനെയും ആ വശത്തെയും ഈ ഒരു വശത്തെയും എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു. ഒരു വരയെയോ കോണിനെയോ സമഭാഗം ചെയ്യുന്ന വരയ്ക്ക് സമഭാജി എന്നാണ് പറയുന്നത്, ബൈസെക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ മുകളിലെ ചിത്രത്തിൽ സി പി എന്ന വര എ ബിയുടെയും കോൺ സിയുടെയും സമഭാജിയാണ്. ഇത് എ ബിക്ക് ലംബവും കൂടി ആയതിനാൽ ഇതിനെ എ ബിയുടെ ലംബ സമഭാജി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. അപ്പോ ഒരു വരയെ നമ്മൾ സമമായിട്ട് ഭാഗം ചെയ്ത് നമ്മൾ സമഭാജി എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ നോക്ക്, ഇത് പെർപെൻഡിക്കുലർ കൂടിയാണ്, ഇതെന്താണ്? ലംബം കൂടിയാണ്. അപ്പൊ ഇത് ലംബ സമഭാജിയാണ്. അതായത് സി പി എന്ന വര ഈ കോണിന്റെയും ഈ വശത്തിന്റെയും എന്താണ്? ലംബ സമഭാജിയാണ്. കാരണം ലംബമായിട്ട് രണ്ടാളെയും സമമായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം. എന്താ വെച്ചാല് ഇവിടെ നോക്കാം. എ ബിയുടെ ലംബ സമഭാജി ഈ ത്രികോണങ്ങളുടെ എല്ലാം മൂലയിലൂടെ കടന്നു പോകുമല്ലോ. നമ്മൾ രണ്ട് ത്രികോണം ഒരേ വശങ്ങൾ രണ്ട് സൈഡ് തുല്യമായ രണ്ട് സൈഡുള്ള ത്രികോണത്തിന്റെ ഈ ഒരു മൂലയിൽ നിന്ന് താഴത്തേക്ക് ലംബ സമഭാജി വരച്ചാൽ ഇത് നേരെ സെന്ററിലൂടെ ആണല്ലോ. അപ്പൊ വശങ്ങൾ തുല്യമായിട്ട് എത്ര ലംബ ത്രികോണങ്ങൾ വരച്ചാലും ഈ ഒരു വര അതിനെയൊക്കെ സമമായിട്ട് ഭാഗം ചെയ്ത് ഇങ്ങനെ പോവല്ലോ. എല്ലാത്തിനെയും സമമായിട്ട് ഭാഗം ചെയ്യല്ലോ അല്ലെ. അപ്പൊ തുല്യവശങ്ങളുള്ള ഈ എയിലും ബിയും ബിന്ദുക്കളിലൂടെ അല്ലെങ്കിൽ ഈ എ ബി പാദമായിട്ട് ഏതൊരു ത്രികോണം വരച്ചാലും, എങ്ങനെ ത്രികോണം വരച്ചാല് വശങ്ങൾ തുല്യമായി കൊണ്ട് ഏതൊരു സമപാർശ്വ ത്രികോണം വരച്ചാലും അതിന്റെ ഒക്കെ മൂലയിലൂടെ നമ്മൾ വരയ്ക്കുന്ന രേഖ എവിടെ എത്തും? പിയിലെത്തും അല്ലെ. ലംബ സമഭാജി ആയിരിക്കും അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ത്രികോണങ്ങൾ ഇല്ലാതെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ഈ ഒരു വര ഇല്ല, പകരം ഇവിടെ ഒരു ബിന്ദു മാത്രം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. താഴെ കണ്ട
ഈ ഒരു ബിന്ദു മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് വരക്കാൻ പറ്റും? ആ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് ലംബ സമവാചി കിട്ടും. അപ്പൊ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഒരു വരയുടെ എ ബി എന്ന വരയുടെ ലംബ സമവാചി കണ്ടുപിടിക്കാൻ എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ആർക്ക് വരക്കുക. തുല്യ അകലത്തിൽ ആർക്ക് വരക്കുക. ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സമപാർശ്വ ത്രികോണം കിട്ടും. പക്ഷെ നമ്മളത് യോജിപ്പിക്കാൻ നിൽക്കണ്ട, നമുക്ക് യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ അതൊന്നും യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. തുല്യ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരക്കുക. തുല്യ അകലത്തിൽ നമ്മൾ ഒരു ആർക്ക് വരച്ചാല്, രണ്ടിന്ന് ഒരേ ആർക്ക് വരച്ചാല് ആ ഒരു ബിന്ദു, അതേപോലെ തന്നെ കുറച്ചുകൂടി മേലത്തേക്ക് വേറൊന്ന് വരക്കുക. അത് തമ്മിൽ ഇങ്ങനെ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക്, യോജിപ്പിക്കാനാവുന്നില്ലല്ലോ, യോജിപ്പിച്ചാൽ നമുക്ക് അതെന്തായിരിക്കും? ഈ ഒരു വരയുടെ ലംബ സമവാചി ആയിരിക്കും. അപ്പൊ നമുക്ക് മേലോട്ട് തന്നെ വരക്കണം എന്നില്ല. ഇവിടെ നോക്ക്, എ ബി എന്നൊരു രേഖ ഞാൻ എടുത്തിരിക്കുന്നത്. എ ബി കണ്ടോ? ഈ എ ബിക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിൽ മേലോട്ടേക്കും തുല്യ അകലത്തിൽ താഴോട്ടേക്കും ഓരോ ആർക്കുകൾ, ചാപങ്ങൾ വീശി ആ ചാപങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന വര എ ബിക്ക് എന്തായിരിക്കും? ലംബ സമവാചി ആയിരിക്കും. ഇത് ഏത് തത്വം അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്? ഈ ഒരു ത്രികോണം നമ്മൾ പഠിച്ചില്ലേ? സമപാർശ്വ ത്രികോണായിരിക്കും. രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ സമപാർശ്വ ത്രികോണത്തിലെ ഈ ഒരു മൂലയിൽ നിന്ന് വരക്കുന്ന രേഖ എ ബിക്ക് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ലംബ സമവാചിയാണ്. അതേപോലെ തന്നെ ഈ കോണിനും എന്താന്ന് പറഞ്ഞു? ലംബ സമവാചി എന്ന് പറഞ്ഞു. അപ്പോ ഒരു വരയുടെ ലംബ സമവാചി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു വരയുടെ അല്ലെങ്കിൽ ഒരു രേഖയുടെ ലംബ സമവാചി കണ്ടുപിടിക്കാൻ, എ ബി എന്നൊരു വശത്തിന്റെ ലംബ സമവാചി കണ്ടുപിടിക്കാൻ എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ചാപം വീശുക, താഴെയും ചാപം വരക്കുക. അത് തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ആ വരയുടെ എന്ത് കിട്ടും? ലംബ സമവാചി കിട്ടും. അതാണ് പറഞ്ഞു വന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടി ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇനി ഒരു കോണിന്റെ സമവാചി വരയ്ക്കാനും ഇപ്പൊ നമുക്ക് പറഞ്ഞ കാര്യം തന്നെ മതിയല്ലോ. അപ്പൊ ഒരു കോണ് വരക്കുക. ആ കോണിന്റെ തുല്യ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു കോണിന്റെ ലംബ സമവാചി വരക്കണം. അപ്പൊ ആ കോണിന്റെ തുല്യ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് പോയിന്റുകൾ ചെയ്യുക. എന്നിട്ട് അവിടുന്ന് എന്ത് വരക്കുക? നമ്മള് അവിടുന്ന് വീണ്ടും അതേ അളവിൽ രണ്ട് കോമ്പസ് ഉപയോഗിച്ചിട്ട് ആർക്ക് വരക്കുക. അത് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോണിന്റെ എന്ത് കിട്ടും? സമവാചി കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാ? നിങ്ങള് ഒരു കോണ് തന്നാല് എങ്ങനെ ഒരു കോണിന്റെ സമവാചി കണ്ടുപിടിക്കുക? ഒരു കോണ് തന്നാല് ആദ്യം അതിന്റെ ഏതെങ്കിലും നമ്മൾ 6 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ എത്രയെങ്കിലും കോമ്പസിൽ എടുത്ത് അടയാളപ്പെടുത്തുക, തുല്യ അളവിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടുന്ന് വീണ്ടും തുല്യ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെയും ചാം വീശുക, ഇവിടുന്ന് ഇങ്ങോട്ടും ചാം വീശുക. അത് രണ്ടും കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കോണിന്റെ സമഭാജി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ ലംബ സമവാചി വരയ്ക്കാനാ പറയുന്നത്. അപ്പോ നമ്മൾ പഠിച്ചു ലംബ സമവാചി വരക്കാൻ 6.5 സെന്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എ ബി വരക്കുക. 6.5 സെന്റിമീറ്റർ ഒരു എ ബി വരക്കുക. എന്നിട്ട് പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും ചാപം വീശ, ഇവിടുന്ന് ഇവിടെയും ചാപം വീശ, അതേപോലെ തന്നെ താഴോട്ടേക്കും ചാപം വീശ. ആ രണ്ട് ചാപങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ബിന്ദു അല്ലെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന വരയായിരിക്കും ഇതിന്റെ ലംബ സമവാചി. അപ്പൊ അതുപോലെ മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. കിട്ടാത്തതുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയവരാണെങ്കിൽ അതും കമന്റ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഏത് വൃത്തത്തിലെയും ഒരു വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ ഏതാണ്? ഈ കോൺ സി. അത് 90 ഡിഗ്രി ആയിരിക്കുന്ന. അപ്പൊ ഏത് വൃത്തത്തിലെയും ഒരു വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ എന്താണെന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതിലുള്ളത് നമുക്ക് എന്താണ്? ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടാത്തവരൊക്കെ കമന്റ് ചെയ്യുക. നമുക്കൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചാപ്റ്റർ മുഴുവനായിട്ടൊന്ന് പഠിച്ചതാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പിന്നീട് കാണാം.